പ്രണയം അതൊരു സുന്ദരമായ അനുഭൂതിയാണ്. ആരാണ് ഒരിക്കലെങ്കിലും പ്രണയിക്കാത്തവർ? അറ്റ്ലീസ്റ്റ് ഒരു ക്രഷ് എങ്കിലും കാണും. എല്ലാവർക്കും അവരവരുടെ ഫസ്റ്റ് ലവ് വളരെ പ്രഷ്യസ് ആയിരിക്കും. അവരെ മറക്കാനും സാധിക്കത്തില്ലാകും. പ്രണയിക്കുവാൻ നമുക്ക് അവരുടെ അനുവാദമോ ജാതിയോ മതമോ ഒന്നും ആവശ്യമില്ല. പ്രണയം അത് രണ്ട് മനസ്സുകൾക്ക് തോന്നേണ്ടതാണ്. അവരില്ലാതെ ഈ ഭൂമി ഒന്നുമല്ല എന്ന് വരെ തോന്നുന്ന ചില നിമിഷങ്ങളുണ്ടാകും. എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് തൻ്റെ പ്രണയം സ്വന്തമാക്കുന്ന കുറച്ച് പേരെ കാണും. ചിലർക്ക് അതിൻ്റെ അവസാനം മരണത്തിലാകും. എങ്കിൽ പോലും അവരുടെ പ്രണയം അവർ കൈവിട്ടിട്ടുണ്ടാവുകയില്ല. എടാ, നിനക്കിങ്ങനെ വയ്യാണ്ടൊക്കെ ഇരിക്കുമല്ലേ? എന്നാൽ പിന്നെ നിനക്ക് മെഹർമോളുടെ കല്യാണക്കാര്യം കൂടി ആലോചിച്ചൂടെ? അതുകൂടെ കഴിഞ്ഞാൽ നിനക്ക് സ്വസ്ഥമായിട്ടിരിക്കല്ലോ. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം ഉമ്മ എങ്ങനെ എടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. എന്തോ എനിക്ക് പറയാൻ തോന്നി. ഞാൻ പറയുന്നത് ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. എനിക്ക് മെഹറൂനെ ഇഷ്ടമായി. എനിക്ക് അവളെ കല്യാണം ചെയ്ത് തന്നാൽ ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം. ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പല ഡിസിഷൻസും എടുക്കേണ്ടി വന്നേക്കാം. അതും അവളുടെ നല്ലതിന് വേണ്ടി മാത്രമായിരിക്കും. പിന്നെ അവളെ എനിക്ക് കല്യാണം ചെയ്ത് തന്നാൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. എന്താ ഇക്കായ്ക്ക് പറ്റിയത്? എന്തിനായി നിക്കാഹിന് മുടക്കം പറയണേ? എനിക്ക് ഈ ആലോചനയോട് താല്പര്യമില്ല. ഞാൻ ഈ വിവാഹം നടക്കാൻ സമ്മതിക്കത്തുമില്ല. എടാ, നീ ശരിക്കും ആലോചിച്ചിട്ടാണോ? നമ്മൾ അറിഞ്ഞുകൊണ്ട് അവളെ കരയിപ്പിക്കണോ? അതെ, വലിയ ഭർത്താവ് ചമയാനൊന്നും എൻ്റെ അടുത്ത് വരരുത്. എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ നിക്കാഹിന് സമ്മതിച്ചത്. എൻ്റെ നിക്കാഹ് ഇയാളുമായിട്ടാണ് ഉറപ്പിച്ചതെന്ന് പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭർത്താവ് ഉദ്യോഗമായിട്ടൊന്നും എൻ്റെ അടുത്ത് വരണമെന്നില്ല. ഞാൻ ആരുടെയും ഭാഗത്തുനിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് നിന്റെ ഭാഗത്തുനിന്നും ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നോക്കിയേ, നീ എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? എല്ലാം അറിഞ്ഞ് എൻ്റെ അടുത്തുനിന്ന് മറച്ചു വെച്ച് എന്തിനായിരുന്നു? എന്താണോ നടക്കരുതെന്ന് ആഗ്രഹിച്ചത് അത് തന്നെ നടന്നു. എൻ്റെ കർത്താവേ, ഞാനിനി എന്താ ചെയ്യുക? എൻ്റെ പെണ്ണ്